കൂട്ടുകാർക്കും മല്ലു ജ്യൂസറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ചൊക്കെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഉള്ളത്. കാരണം ഇന്ന് ആഗസ്റ്റ് 15 ബ്രിട്ടീഷുകാരുടെ കരങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് ഗാന്ധിജിയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അത് ആഘോഷിക്കുന്ന ഒരു ദിനമാണ് ഇന്ന്. പക്ഷേ നമുക്ക് ആ സ്വാതന്ത്ര്യത്തിന്റെ തനത് പൊലിമ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം കൊറോണ എന്നൊരു മഹാമാരി ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിന്റെയും മണ്ണിടിച്ചിലിന്റെയും അതിദാരുണമായിട്ടുള്ള വാർത്തകൾ മറ്റൊരു ഭാഗത്ത്. എന്നിരുന്നാലും എന്റെയും ഈ മല്ലു ജ്യൂസർ എന്ന യൂട്യൂബ് ചാനലിന്റെയും 1000 സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആപ്പിൾ. ഇപ്പൊ ആപ്പിളിന്റെ ഒരു സീസൺ ആണ്. വളരെ തുച്ഛമായ വിലക്ക് ആപ്പിൾ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. ജ്യൂസ്, ഷെയ്ക്ക്, അതുപോലെ തന്നെ ആപ്പിൾ വെറുതെ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആപ്പിളിന്റെ ഒരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ്. ആപ്പിൾ വിത്ത് ഫ്രഷ് ക്രീം. ആപ്പിളിന്റെ ഫ്രഷ് ക്രീം, ആപ്പിളിന്റെ ക്രീമുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആപ്പിളൊക്കെ വില കുറഞ്ഞ സമയമാണ്. വീട്ടിലെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇറ്റ്സ് മീ MJ. അപ്പൊ നമ്മളെ ആപ്പിൾ ഫ്രഷ് ഫ്രൂട്ട് ക്രീം അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്ന് നമുക്ക് ശരിക്കും തൊലി കളഞ്ഞെടുക്കാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ലെയറുകളാക്കിയിട്ട് നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. നമ്മൾ ആപ്പിൾ ചെറിയ പീസുകളാക്കിയിട്ട് ക്രീമിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റംബുട്ടാൻ്റെ ക്രീം ഉണ്ടാക്കിയ പോലെ തന്നെ, അല്ലാതെ മിക്സിയിൽ അടിച്ചെടുക്കല്ല. അപ്പോൾ നമുക്കൊരു തനത് ടേസ്റ്റ് കിട്ടില്ല. ഇനി ഞാനിവിടെ ഫ്രഷ് ക്രീമായിട്ട് ഗോൾഡൻ മാർക്കിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ട ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു ക്രീമിലേക്ക് 70 ml എന്ന കണക്കിൽ 210 ml 3 ക്രീമാണ് നമ്മൾ അടിക്കുന്നത്. അതിലേക്ക് ഒരു 100 ml പാലും 1 സ്പൂണ് ഷുഗറും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ 1 സ്പൂൺ ഷുഗറും, ഇനി തേനുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ച് നമുക്ക് ശരിക്കും അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രഷ് ക്രീം ഈ ഒരു പരുവാവുന്ന വരെ നമുക്ക് മിക്സിയിൽ ശരിക്കും അടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മളുടെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ പീസുകളാക്കി വെച്ചിട്ടുള്ള ആപ്പിൾ ആ ക്രീമിലേക്ക് ഇട്ട് ശരിക്കും മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ്, ആപ്പിൾ ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു കപ്പിലേക്കോ ഒക്കെ ഒഴിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് മൊഞ്ചാക്കൽ പരിപാടികളാണ്. നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം കടയിൽ കിട്ടുന്ന അതേ രൂപത്തിൽ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മൊഞ്ചിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആപ്പിൾ ഈ കാണുന്ന ഒരു 90 ഡിഗ്രി കോൺ ആകൃതിയിൽ നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസുകളാക്കിയിട്ട് സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ കപ്പിൻ്റെ ചുറ്റും ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ആപ്പിളിൻ്റെ പീസുകൾ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു മൊഞ്ചൻ ക്രീമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്രീം നമുക്ക് കടയിൽ കിട്ടുന്നതിലും സൂപ്പറായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി വേണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊക്കെ വെച്ച് കുറച്ച് തേനൊക്കെ ഒഴിച്ചെടുത്ത് ഒന്നും കൂടി മൊഞ്ചാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഐഡിയപരമായിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ആപ്പിൾ ക്രീമിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കാൻ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ.